നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ട്രാൻസ്ഫർ അപ്ഡേറ്റ്സ് പറയാനാണ് വന്നിരിക്കുന്നത്. കുറേ കാര്യങ്ങൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ന്യൂസുകൾ കേൾക്കുന്നുണ്ട്. ബാർസലോണ അതുപോലെ തന്നെ യുണൈറ്റഡ് ഒക്കെ ആയിട്ട് ധാരാളം ലിങ്ക്സുകൾ കാണുന്നുണ്ട് കുറേ പ്ലേയേഴ്സുമായിട്ട്. കുറച്ച് അപ്ഡേറ്റ്സ് പറയാനാണ് വന്നിരിക്കുന്നത്. പെട്ടെന്ന് പറഞ്ഞിടാം. ഫസ്റ്റ് തന്നെ പറയാനായിട്ടുള്ള ജൊനാഥൻ തായുടെ കാര്യമാണ്. അതൊരു സീക്രട്ട് ആയിട്ടുള്ള കാര്യമല്ല, എല്ലാവരും അറിയുമായിരിക്കും. 2-3 മാസമായിട്ട് ഈ ഒരു കാര്യം കേട്ടോണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം ഫബ്രീസിയോ ഒക്കെ വന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കി പറഞ്ഞിരിക്കുകയാണ്. ജാനുവരി മിക്കവാറും നമ്മളൊരു പ്രീ കോൺട്രാക്ട് ജൊനാഥൻ തായിട്ട് സൈൻ ചെയ്യും. ആള് നെക്സ്റ്റ് സമ്മറിൽ, അതായത് നെക്സ്റ്റ് 2025 ജൂണിൽ ആളുടെ കോൺട്രാക്ട് തീരുമ്പോൾ ആൾ ബാർസലോണയ്ക്ക് വേണ്ടി ഒഫീഷ്യലി സൈൻ ചെയ്യുന്നുള്ള കാര്യത്തിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ജൊനാഥൻ താ ടു ബാർസലോണ ഓൾമോസ്റ്റ് ലൈക്ക് എ ഡൺ ഡീൽ എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. പ്രീ കോൺട്രാക്ട് നമ്മൾ ജാനുവരി സൈൻ ചെയ്യും. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. ഒരു സെന്റർ ബാക്ക് ബാർസലോണയോട് വരുന്നു. ജൊനാഥൻ താ വരുമ്പോഴേക്കും നമ്മൾ നോക്കാനായിട്ടാണ് അറോഹോ ക്ലബ്ബ് വിടുമോ എന്നുള്ള വാർത്തകൾ സ്ട്രോങ്ങർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അറോഹോനും ഡിയോങ്ങിനും പുതിയ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടൊക്കെ ഒരു ഡെഡ് ലൈൻ ബാർസലോണ കൊടുത്തിട്ടുണ്ട്. അതിന് മുമ്പ് ചെയ്തില്ലെങ്കിൽ അവരെ വിറ്റൊഴിവാക്കാൻ തന്നെ ആയിരിക്കും ബാർസയുടെ പ്ലാൻ എന്ന് കേൾക്കുന്നുണ്ട്. അതിന് അറോഹോയിൽ ഇപ്പം സീരിയസ് ഇൻട്രസ്റ്റ് ബയൺ മ്യൂണിക്ക് കാണിക്കുന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താവുമെന്ന്. അറോഹോന്റെ കോൺട്രാക്ട് 2026 ബാർസലോണയുടെ കറന്റ് കോൺട്രാക്ട് തീരുക. ഡിയോങ്ങിന്റെ അപ്പോഴാണ് തീരുക. അതുപോലെ തന്നെ ക്രിസ്ത്യൻസനും അതുപോലെ എറിക് ഗാർഷ, ഈ 2 പ്ലേയേഴ്സും ചിലപ്പം ജാനുവരി വിട്ടേക്കാം. ഈ 2 പ്ലേയേഴ്സിൽ ഒരാൾ, ഈ 2 പ്ലേയേഴ്സിനും സീരിയസ് ഇൻട്രസ്റ്റ് മറ്റു പല ക്ലബ്ബുകളിൽ നിന്നും കേൾക്കുന്നുണ്ട്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ കാര്യങ്ങൾ എങ്ങനെ നീക്കുമെന്ന്. അതുപോലെ തന്നെയാണ് ഇപ്പം ഈ ഒരു കാര്യം പറയുന്നതിനിടയ്ക്ക് അൻസു ഫാറ്റി അതുപോലെ തന്നെ റാഷ്ഫോർഡ് സ്വാപ്പ് ഡീലും മറ്റുമൊക്കെ നടത്താനായിട്ട് ബാർസലോണ നോക്കുന്നു എന്ന് പറഞ്ഞ റൂമറുകൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഓൾമോസ്റ്റ് അൺറിലയബിൾ സോഴ്സ് ആണ്. എനിക്ക് തോന്നുന്നില്ല. കാരണം ഒന്ന്, അൻസു ഫാറ്റി 200K per week ആണ്, റാഷ്ഫോർഡ് 350K per week ആണ്. ബാർസലോണയായിട്ട് എന്തായാലും റാഷ്ഫോർഡ് ഒരു വേസ്റ്റ് കട്ട് അങ്ങനെയാണ് എടുക്കേണ്ടി വരും. പിന്നെ സ്വാപ്പ് അൻസു ഫാറ്റി പോലെ റൈറ്റ് നൗ ഇഞ്ചറി ഒക്കെ മാറി ആൾ തിരിച്ച് സ്ക്വാഡിൽ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും അങ്ങനത്തെ ഒരു ഇഞ്ചറി പ്രോൺ പ്ലെയറിലോട് യുണൈറ്റഡ് പോകുമെന്നോ അതുപോലെ റാഷ്ഫോർഡ് അൻസു ഫാറ്റി സ്വാപ്പിനെ അവർ സമ്മതിക്കുമെന്നോ പേഴ്സണലി തോന്നുന്നില്ല. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ കാര്യങ്ങൾ എങ്ങനെ നീങ്ങുമെന്ന്. എന്തായാലും ഈ ഡീൽ നടക്കുമോ ഇല്ലയോ എന്നുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. എനിക്ക് പേഴ്സണലി ഐ കാനോട്ട് സീ അൻസു ഫാറ്റി റാഷ്ഫോർഡ് സ്വാപ്പ് ഡീൽ അത് സെൻസിബിൾ ആണെന്ന് തോന്നുന്നില്ല. യുണൈറ്റഡ് സംഭവിക്കുന്നു. മേ ബി ബാർസലോണ ഇങ്ങനെ ഒരു ഡീൽ നടക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ബി റിയലി ബെനിഫിഷ്യൽ ഫോർ ബാർസലോണ. അവിടെ നമ്മൾ അടുത്ത അപ്ഡേറ്റ്സിനോട് പറയാനാണ് മാൻ യുണൈറ്റഡ് റിലേറ്റഡ് ആയിട്ട് സ്ട്രോങ്ങർ അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. മറ്റൊന്നുമല്ല, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നമുക്കറിയാം സീരിയസ്ലി ഒരു ലെഫ്റ്റ് വിങ് ബാക്ക് റോളിലേക്ക് ഒരു പ്ലെയറിന് വേണ്ടി മാർക്കറ്റിലുണ്ട്. നമ്മൾ നോക്കുവാണെങ്കിൽ അമോറിന്റെ പ്രയോറിറ്റി ടാർഗറ്റും ഒരു ലെഫ്റ്റ് വിങ് ബാക്കിനെ ജാനുവരിയിൽ എത്തിക്കുകയാണെന്ന് കേൾക്കുന്നുണ്ട്. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസ് എന്താണെന്ന് വെച്ചാൽ മിലോസ് കെർക്കസ്, ബോൺമുത്തിന്റെ ഹംഗേറിയൻ ലെഫ്റ്റ് ബാക്കായ മിലോസ് കെർക്കസ് ലിവർപൂളിനേക്കാളും പ്രിഫർ ചെയ്യുക ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മൂവ് ആയിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. റിലയബിൾ ആയ സോഴ്സുകളിൽ നിന്നെല്ലാം വരുന്നുണ്ട്. മെയിൻ ആയിട്ടുള്ള കാര്യം ആളുടെ ഫാമിലി ടൈസും മറ്റുമൊക്കെ മാൻ യുണൈറ്റഡ് ബേസ്ഡ് ആയിട്ടുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. ആളുടെയും പ്രിഫേർഡ് ചോയ്സ്, ആളുടെ ഒരു ഡ്രീം മൂവ് മാൻ യുണൈറ്റഡ് ആണെന്ന് പറയുന്നു. ലിവർപൂൾ സീരിയസ്ലി മിലോസ് കെർക്കസ് ഡീൽ ചിലപ്പോൾ ജാനുവരി പുൾ ഓഫ് ചെയ്തേക്കായിരുന്നു എന്ന് പറയുന്ന രീതി വാർത്തകൾ കേൾക്കുന്നുണ്ടായിരുന്നു. 40 million അറൗണ്ട് ആണ് ബോൺമുത്ത് ഡിമാൻഡ് ചെയ്യുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു. ലിവർപൂൾ റോബർട്ട്സിന്റെ ഒരു ലോങ് ടൈം റീപ്ലേസ്മെന്റ് ആയിട്ട് ആളെ ജാനുവരി തന്നെ എത്തിക്കാനായിട്ട് നീക്കങ്ങൾ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. പ്രോബബ്ലി ലിവർപൂൾ ഒരു സൈനിങ്ങേ ജാനുവരി കാണത്തുള്ളൂ. അത് ചിലപ്പോൾ മിലോസ് കെർക്കസ് ആയിരിക്കും എന്നുള്ള രീതിയിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ ഒരു ന്യൂസ് വന്നിരിക്കുന്നത്. കെർക്കസിൽ പ്രിഫേഴ്സ് യുണൈറ്റഡ് മൂന്ന് രീതിയിൽ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നമ്മൾ നോക്കാനായിട്ടാണ് കെർക്കസ് ഡീലിന് വേണ്ടി പുള്ള് ചെയ്യുമോ അതോ അതിനുവേണ്ടി മുന്നോട്ട് പോകുമോ എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. എന്തായാലും കെർക്കസ് വരുവാണെങ്കിൽ ഒരു കിഡിലൻ സൈനിങ് ആയിരിക്കും വിത്തൗട്ട് എ ഡൗട്ട്. പക്ഷെ മാൻ യുണൈറ്റഡ് സ്റ്റിൽ പ്രിഫേഴ്സ് അൽഫോൺസോ ഡേവിസ് മൂവ് എന്നുള്ള രീതിയിൽ പ്ലറ്റംബർഗ് എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അൽഫോൺസോ ഡേവിസ് ഒന്നെങ്കിൽ റയൽ മാഡ്രിഡ് അല്ലെ ബയൺ മ്യൂണിക്ക്, ഈ 2 ക്ലബ്ബ് ഏതിന് ചൂസ് ചെയ്യാനാണ് സാധ്യത ഇപ്പോൾ കൂടുതൽ കാണുന്നത്. പക്ഷെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സീരിയസ്ലി സ്റ്റിൽ ഡ്രീമിങ് അബൌട്ട് അൽഫോൺസോ ഡേവിസ് എന്ന് കേൾക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. അതിൻ്റെ ഇടയ്ക്ക് തിയോ ഹെർണാണ്ടസ് പേര് കേൾക്കുന്നുണ്ട്. പക്ഷേ കേൾക്കുന്ന മറ്റ് 2 പേരാണ് എന്താണെന്ന് വെച്ചാൽ റിയലിസ്റ്റിക് ഓപ്ഷൻസ് ആയിട്ട്. ഇഫ് മിലോസ് കെർക്കസ് ഡീൽ നടന്നില്ല, അല്ലെ ഇവർ ടാർഗറ്റ് ചെയ്യുന്ന പ്ലേസ് എത്തിയില്ലെങ്കിൽ കേൾക്കുന്ന 2 പേരുകൾ, ഒന്ന് മിഗ്വൽ ഗ്യൂട്ടിറസിന്റെ പേരാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ജിറോണയുടെ ലെഫ്റ്റ് ബാക്ക് ആണ്. ആളെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ആള് റയൽ മാഡ്രിഡ് പ്രോഡക്റ്റ് ആണ്. റയൽ മാഡ്രിഡിൽ നിന്നാണ് നമ്മൾ നോക്കാനായിട്ട് ജിറോണയിലോട്ട് വന്നത്. റയൽ മാഡ്രിഡിന് ഒരു ബൈ ഓപ്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു, അത് അവർ എക്സിക്യൂട്ട് ചെയ്യുന്നില്ല തീരുമാനിച്ചു. കൂടാതെ 35 million യൂറോസിന്റെ ഒരു റിലീസ് ക്ലോസും ഉണ്ട്. അത് യുണൈറ്റഡ് പേ ചെയ്യാൻ റെഡിയാണെന്ന് കേൾക്കുന്നുണ്ട്. 35 million 50%, അതായത് പകുതി പോവുക നേരെ റയൽ മാഡ്രിഡിന്റെ കയ്യിലോട്ടായിരിക്കും. ഓൾമോസ്റ്റ് 17.5 million അവർക്ക് കിട്ടും. ഇപ്പൊ കേൾക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഗുട്ടീറസ് ഡീൽ ചിലപ്പോൾ യുണൈറ്റഡ് എക്സ്പ്ലോയിറ്റ് ചെയ്തേക്കാന്ന് കേൾക്കുന്നുണ്ട്. ബട്ട് ഗുട്ടീറസ് എക്സാക്ട്ലി ഒരു ലെഫ്റ്റ് വിങ് ബാക്ക് റോൾ കളിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആൾ അറ്റാക്കിങ്ങിലും എല്ലാം സൂപ്പറാണ്. പക്ഷെ ആളുടെ നാച്ചുറൽ ടെൻഡൻസി കുറച്ചുകൂടെ ഇൻവേർട്ട് ചെയ്ത് മിഡ്ഫീൽഡിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. എന്തുമാത്രം ആ ഒരു ഡീൽ അഥവാ ഗുട്ടീറസ് ഡീൽ സീരിയസ്ലി യുണൈറ്റഡ് പുഷ് ചെയ്യും, അഥവാ യുണൈറ്റഡ് നോക്കുന്ന ഒരു ലെഫ്റ്റ് വിങ് ബാക്ക് പ്രൊഫൈൽ എക്സാക്ട് അയാൾ സ്യൂട്ട് ചെയ്യുമോ എന്നൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ കേൾക്കുന്ന മറ്റൊരു പേരാണ് അൾവാറോ ഫെർണാണ്ടസ്.
അൽവാറോ ഫെർണാണ്ടസ് എന്ന് പറയുന്ന പ്ലെയർ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ അക്കാഡമി പ്രോഡക്റ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അൽവാറോ ഫെർണാണ്ടസ് യുണൈറ്റഡിന്റെ ഒരു 20 മില്യൺ യൂറോസിന്റെ ഒരു ബൈബാക്ക് ഓപ്ഷനും വെച്ചാണ് അൽവാറോ ഫെർണാണ്ടസിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബെൻഫീക്കയിലോട്ട് വിട്ടത്. സോ ഈ 21 വയസ്സുകാരന് വേണ്ടി ഗുട്ടീറസിന് 23 വയസ്സാണ്, അൽവാറോ ഫെർണാണ്ടസ് 21 വയസ്സാണ്. സോ ഈ 21 വയസ്സുകാരന് വേണ്ടി യുണൈറ്റഡ് ചിലപ്പോൾ മാർക്കറ്റിൽ വന്ന് തിരിച്ച് അഥവാ അവരുടെ ബൈബാക്ക് ഓപ്ഷൻ എക്സിക്യൂട്ട് ചെയ്തേക്കാം എന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. സ്പാനിഷ് ഇന്റർനാഷണൽ ആണ് ആള്. ബെൻഫിക്കയിൽ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. സോ ആ ഒരു പ്രോസ്പെക്റ്റും എക്സ്പ്ലോയിറ്റ് ചെയ്യുമെന്ന് നോക്കാം. പക്ഷേ മിലോസ് കർക്കസ് ഈസ് അവൈലബിൾ. യുണൈറ്റഡ് ആ ഒരു ഓപ്ഷൻ എക്സ്പ്ലോയിറ്റ് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അതുപോലെ തന്നെയാണ് വിക്ടർ ഒസിമെൻ കാര്യം. ഒസിമെൻ ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പം ഭയങ്കര സ്ട്രോങ് ആയി വരുന്നുണ്ട് ഈ ന്യൂസ്. ഒസിമെന് വേണ്ടി മാൻ യുണൈറ്റഡ് സീരിയസ്ലി ജാനുവരി നീങ്ങിയേക്കാവുന്ന. സിർക്സ്കിക്ക് വേണ്ടി ചിലപ്പം ടർക്കിഷ് ക്ലബ്ബുകളിൽ നിന്നോ അല്ലെങ്കിൽ യുവൻറ്റസിൽ നിന്നോ ഒരു ലോൺ ഡീൽ വന്നേക്കാം, ഒരു ലോൺ ഓപ്ഷൻ അതിനുവേണ്ടി ബൈ ചെയ്യാൻ വന്നേക്കാന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അതുപോലെ സിർക്സ്കിയിൽ നാപ്പോളിക്കും ഇൻട്രസ്റ്റ് ഉണ്ട്. നമ്മൾ നോക്കാനായിട്ടാണ് ഒസിമെൻ സിർക്സ്കി സ്വാപ്പ് ഡീലോ അല്ലെങ്കിൽ ഒസിമെൻ റാഷ്ഫോർഡ് സ്വാപ്പ് ഡീലോ അല്ലെങ്കിൽ ഒസിമെൻ ഹോയിലൻഡോ ഈ ഓപ്ഷൻസ് ഏതെങ്കിലും ഒക്കെ വെച്ച് അത് ഈവൻ ഗർണാച്ചോരും നാപ്പോളിക്ക് ഇൻട്രസ്റ്റ് ആണെന്ന് കേൾക്കുന്നു. സോ ഈ പ്ലേയേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്ത് സ്വാപ്പ് ചെയ്യാനായിട്ട് നാപ്പോളി റെഡിയാണെന്ന് കേൾക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 70 മില്യൺ യൂറോസോളം വരും ആളെ സൈൻ ചെയ്യാനായിട്ട്. സോ പ്ലേയേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നാപ്പോളി റെഡിയാണെന്ന് കേൾക്കുന്നുണ്ട്. എന്തായാലും ഒസിമെൻ പ്രീമിയർ ലീഗ് മൂവ് ഹോപ്പ് ചെയ്ത് നിൽക്കുകയാണെന്നും ചെൽസിനേക്കാളും ഇപ്പം റിയലിസ്റ്റിക് ആയിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് ഒസിമെന് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ എന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട്. അത്യാവശ്യം റിലയബിൾ സോഴ്സുകളിൽ നിന്നെല്ലാം ഒസിമെൻ മാൻ യുണൈറ്റഡ് ലിങ്ക്സ് കാണുന്നുണ്ട്. അതുപോലെ കോളോമുവാനിയിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിലും ലിവർപൂളും കോളോമുവാനിയുടെ സിറ്റുവേഷനും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പ്ലെറ്റൻബർഗ് റിപ്പോർട്ട് ചെയ്തിരുന്നു. സോ നിങ്ങൾക്ക് എന്താണെന്ന് ഡു യു വാണ്ട് ഒസിമെൻ അതോ ജാനുവരിയിൽ എടുത്തില്ലേലും നെക്സ്റ്റ് സമ്മർ വരെ വെയിറ്റ് ചെയ്തിട്ട് പ്രോബബ്ലി സ്ക്വാഡ് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തിട്ട് ഇപ്പോൾ ഹോയിലൻഡോ സിർക്സ്കിയോ അതിൽ ഒരാളെ വിറ്റിട്ട് ഒരു റൈറ്റ് പ്രൊഫൈലിലേക്ക് ഗോക്കറസോ സെസ്കോയോ അല്ല വേറെ ഏതെങ്കിലും റൈറ്റ് പ്രൊഫൈൽ ഓപ്പൺ അപ്പ് ആവുകയാണെങ്കിൽ അങ്ങോട്ട് നീങ്ങണമെന്നാണോ അല്ല ഡെലാപ്പോ അങ്ങനത്തെ ഡെലാപ്പിലൊക്കെ ചെൽസിക്ക് സീരിയസ് ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ എന്നാലും അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഓപ്ഷൻസിലോട്ട് പോകുന്നതാണോ ബെറ്റർ അതോ ജാനുവരിയിൽ ഈ ഒസിമെൻ ഡീല് പുൾ ഓഫ് ചെയ്യണോ യുണൈറ്റഡ്? എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് പറയാം. പേഴ്സണലി ഒസിമെൻ മോശമല്ലാത്തൊരു അഡീഷൻ ആയിരിക്കും. പക്ഷേ ഒസിമെൻ ഈ സീസൺ നമ്മൾ നോക്കാനായിട്ടാണ് യൂറോപ്പ ലീഗിൽ 3 ഗോളൊക്കെ ഉണ്ട്. ലീഗിലും ആൾ 9 ഗോളോളം അടിച്ചിട്ടുണ്ട്. പക്ഷേ ആൾ ബിഗ് ചാൻസസ് മിസ്സസിൻ്റെ കാര്യത്തിൽ ടോപ്പിൽ തന്നെ നിൽപ്പുണ്ട്. പിന്നെ നമുക്കറിയാം ആൾക്ക് കുറച്ച് ഈഗോ ഇഷ്യൂസ് ഉണ്ട്. ഡ്രസ്സിംഗ് റൂമിലും മറ്റും കുറച്ച് കെയോട്ടിസം ക്രിയേറ്റ് ചെയ്യാറുണ്ട്. സോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വരുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ ആൾ വേജ് ഡിമാൻഡ്സ് കൈയാണ്. സോ ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴേക്കും മേ ബി നെക്സ്റ്റ് സമ്മർ വിൻഡോ വരെ വെയിറ്റ് ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് ഓപ്പൺ അപ്പ് ആയേക്കാം. അതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. സോ അവിടെ നമ്മൾ അടുത്ത കുറച്ച് അപ്ഡേറ്റ്സ് പെട്ടെന്ന് പറഞ്ഞു വിടാനായിട്ടാണ് ബാർസലോണ റിലേറ്റഡ് ആയിട്ട് മറ്റൊരു അപ്ഡേറ്റ് ഉണ്ട്. ബാർസലോണ നമുക്കറിയാം ലെഫ്റ്റ് ബാക്ക് റോളിൽ ഒരു പ്ലെയറിന് വേണ്ടി നോക്കുന്നുണ്ടെന്നുള്ള വാർത്തകൾ സ്ട്രോങ് ആയിട്ട് കേൾക്കുന്നുണ്ട്. ബാൾഡെ സീരിയസ്ലി ഒരു ലോങ് ടൈം പ്രോസ്പെക്റ്റ് ആയിട്ട് ബാർസലോണ കാണുന്നുണ്ടെങ്കിലും ആളുടെ ഫൈനൽ തേർഡിലെ ഡെലിവറീസും പിന്നെ ആൾക്ക് പ്രോബബ്ലി ആളുടെ ഇൻകൺസിസ്റ്റൻസീസ് എസ്പെഷ്യലി ഫൈനൽ തേർഡിലുള്ള ആളുടെ ഇൻകൺസിസ്റ്റൻസി ക്ലബിനെ ബാധിക്കുന്നുണ്ട്. സോ ചിലപ്പം ആൾക്കൊരു കോമ്പറ്റീഷൻ കൊണ്ടുവരാനായിട്ട് ഒരു ലെഫ്റ്റ് ബാക്കിനെയും കൂടെ സൈൻ ചെയ്തേക്കാമെന്ന് പറഞ്ഞ് വാർത്തകൾ കേൾക്കുന്നുണ്ട്. സോ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ക്രിസ്റ്റൽ പാലസിന്റെ ഡയറക്ട് മിച്ചലിനെ ബാർസലോണ സീരിയസ്ലി നോക്കുന്നുണ്ടെന്ന രീതിയിൽ വാർത്തകൾ സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡയറക്ട് മിച്ചലിന്റെ കാര്യം പറയാനായിട്ടാണ് ആളൊരു ലെഫ്റ്റ് ബാക്കും ലെഫ്റ്റ് വിംഗ് ബാക്ക് റോളും കളിക്കും. ഇംഗ്ലീഷ് ഇന്റർനാഷണൽ ആണ്. റൈറ്റ് നൗ 25 വയസ്സാണ്. നെക്സ്റ്റ് ഇയർ സെപ്റ്റംബർ ആകുമ്പോഴേക്കും 26 വയസ്സാവും. സോ താരത്തെക്കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ താരം ഡിഫെൻസീവ്ലി റിയലി ഗുഡാണ്. ആളുടെ ടാക്ലിംഗ് നല്ലതാണ്, അഗ്രഷൻ നല്ലതാണ്. ബട്ട് വീക്ക്നെസ്സുകളുടെ കാര്യം നോക്കിയപ്പോഴേക്കും ആളുടെ പാസിംഗ് റേഞ്ച് ഒക്കെ കുറച്ച് മോശമാണെന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. സോ എന്തുകൊണ്ട് ബാർസലോണ ഈ പ്രൊഫൈലിനെ തന്നെ ടാർഗറ്റ് ചെയ്തു നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ആളുടെ കോൺട്രാക്ട് 2025 ജൂണിൽ തീരും. സോ നെക്സ്റ്റ് സമ്മറിൽ ആര് ഫ്രീ ഏജന്റ് ആണ്. സോ അതുകൊണ്ടാണ് ബാർസലോണ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഈ ഒരു പ്രൊഫൈലിലോട്ട് നോക്കുന്നതെന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നത്. സോ എക്സാക്ട്ലി ബാൾഡേക്ക് ഒരു പ്രോപ്പർ റീപ്ലേസ്, ബാൾഡേക്ക് ടൈറ്റ് കോമ്പറ്റീഷൻ കൊടുത്ത് ഫൈനൽ തേർഡിൽ അന്യായ ഡെലിവറീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓൺ ദ ബോൾ മേ ബി സൂപ്പർവായ വേറെ ലെവലിൽ പാസിംഗ് റേഞ്ച് ഉള്ള ഒരു ഫുൾ ബാക്ക് അല്ല പുള്ളി. പക്ഷേ ആൾ ഫ്രീ ഏജന്റ് ആണ്. ലെഫ്റ്റ് ബാക്ക് റോളിൽ പ്രോബബ്ലി ബാളിലേക്ക് ഒരു കോമ്പറ്റീഷൻ കൊടുക്കാം എന്നുള്ള രീതിയിൽ കൊണ്ടുവരാനായിട്ടായിരിക്കും ബാർസലോണ നോക്കുന്നത്. സോ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ബാർസലോണ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ എന്ന് പറയാം. അവിടെ നമ്മൾ അടുത്തൊരു അപ്ഡേറ്റ് പറയാനായിട്ടാണ് മഗ്വയറിന്റെ കാര്യമാണ്. സോ അത്ലറ്റിക് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഹാരി മഗ്വയറിന് വേണ്ടി നാപ്പോളി നീക്കങ്ങൾ ആരംഭിച്ചു എന്നുള്ള രീതിയിൽ അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്കറിയാം 2025 ജൂൺ ആകുമ്പോഴേക്കും ഹാരി മഗ്വയർ ഫ്രീ ഏജന്റ് ആണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പുതിയൊരു കോൺട്രാക്ട് ഹാരി മഗ്വയറിന് കൊടുക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. സോ ഹാരി മഗ്വയറിന് ഫ്രീ ഏജന്റ് ആയിട്ട് നെക്സ്റ്റ് സമ്മറിൽ മാൻ യുണൈറ്റഡ് വിടാനായിട്ട് പറ്റും. സോ വെസ്റ്റ് ഹാമും അതുപോലെ ഫുൾഹാമും ഒക്കെ പോലത്തെ ക്ലബ്ബുകളും ഈ കാര്യം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. പക്ഷേ നാപ്പോളി സീരിയസ് ഇൻട്രസ്റ്റ് മഗ്വയർ കാണിക്കുന്നുണ്ടെന്നും
മഗ്വേറും മേ ബി ഒരു ചാമ്പ്യൻസ് ലീഗ് ക്ലബ്ബിൽ കളിക്കാനാണ് പ്രിഫർ ചെയ്യുന്നതെന്നും സോ നാപ്പോളി മൂവ് ആയിരിക്കും മഗ്വേറും പ്രിഫർ ചെയ്യുന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. സോ അത്ലറ്റിക്കാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ മഗ്വേർ നാപ്പോളി ലിങ്സ്. സോ എന്താണ് നിങ്ങൾക്ക് ഇതിലുള്ള ഒപ്പീനിയൻ എന്ന് പറയാം. അവിടെ നമ്മൾ അടുത്ത കുറച്ച് അപ്ഡേറ്റ്സ് സ്പീഡ് പറഞ്ഞുവിടാനായിട്ടാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ബോറുസിയ ഡോർട്ട്മുണ്ടിന്റെ സൂപ്പർ ഇംഗ്ലീഷ് ടാലന്റഡ് വിങ്ങറാണ് ജേമി ഗിറ്റൻസ് എന്ന് പറയുന്ന പ്ലെയർ. സോ ഗിറ്റൻസിന് വേണ്ടി ഇപ്പോൾ ബയൺ മ്യൂണിക്ക് നെക്സ്റ്റ് സമ്മറിൽ രംഗത്ത് വരും എന്നാണ് പ്ലറ്റംബർഗ് സ്കൈ ജർമ്മനിയുടെ ജേർണലിസ്റ്റ് ഫ്ലോറിൻ പ്ലറ്റംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഗിറ്റൻസിന്റെ എന്താ പറയുക കോൺട്രാക്ട് സിറ്റുവേഷൻ ബയൺ മ്യൂണിക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ടെന്നും നെക്സ്റ്റ് സമ്മറിൽ ബയൺ മ്യൂണിക്ക് വിങ്ങേഴ്സിന്റെ പുറകെ പോകുന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നിക്കോ വില്യംസിനെ അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. സാനെ ഗ്നാബ്രി പോലത്തെ പ്ലേയേഴ്സ് നെക്സ്റ്റ് സമ്മറിൽ മിക്കവാറും ക്ലബ്ബ് വിടാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ അവിടെ വിങ്ങേഴ്സിന്റെ ഒരു ഷോർട്ടേജ് വരാം. അങ്ങോട്ടേക്ക് നിക്കോ വില്യംസിന്റെ പേര് അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ മറ്റ് കുറച്ച് ഓപ്ഷൻസോടെ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഗിറ്റൻസിനെ അവർ സീരിയസ്ലി ടാർഗറ്റ് ചെയ്യുന്നതെന്നാണ് ഇപ്പം റിപ്പോർട്ടുകൾ വരുന്നത്. സോ നമുക്കറിയാം 2028 വരെയാണ് 20 വയസ്സുകാരനായ ഇംഗ്ലീഷ് ടാലന്റിന് അവിടെ കോൺട്രാക്ട് ഉള്ളത്. പല പ്രീമിയർ ലീഗ് വമ്പന്മാരും താരത്തിന്റെ ഇപ്പോഴത്തെ ഡെവലപ്മെന്റ് നോക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ അതിന് ആ പ്രീമിയർ ലീഗ് വമ്പന്മാർ വരുന്നതിന് മുമ്പ് തന്നെ നെക്സ്റ്റ് സമ്മറിൽ തന്നെ എങ്ങനെയും ഗിറ്റൻസിനെ തങ്ങളുടെ തട്ടകത്തിൽ എത്തിക്കാനായിട്ടാണ് ബയൺ മ്യൂണിക്ക് നീക്കങ്ങൾ നോക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സോ അവിടെ നമ്മൾ അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി നമുക്കറിയാം എഡർസൺ ഈ സീസൺ മിക്കവാറും ക്ലബ്ബ് വിടാനായിട്ടുള്ള സാധ്യത ബൈ എൻഡ് ഓഫ് ദ സീസൺ പോകാനായിട്ടുള്ള സാധ്യത വളരെ ഹൈ ആണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിലും ഒട്ടേക ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ടുണ്ട്. പക്ഷേ ഏജ് വൈസ് ഒക്കെ നോക്കുമ്പോൾ പ്രോബബ്ലി ഒരു ഗോൾ കീപ്പറിനെ കൂടെ സൈൻ ചെയ്യേണ്ട ആവശ്യം മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഉണ്ട് എഡർസൺ പോവുകയാണെങ്കിൽ. സോ നെക്സ്റ്റ് സീസൺ ഒരു മാസീവ് അഴിച്ചുപണി സിറ്റി നടക്കും. സോ അങ്ങനെ ഇരിക്കെ മാഞ്ചസ്റ്റർ സിറ്റി ഒരു പുതിയ ഗോൾ കീപ്പറിലോട്ട് പോയേക്കാമെന്നും അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് സിറിയയിൽ കളിക്കുന്ന യുവൻഡസിന്റെ ഗോൾ കീപ്പറായ മിഷേൽ ഡി ഗ്രിഗോറിയോനെ ആണെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സോ ആളെ ലോൺ വിത്ത് ആൻ ഒബ്ലിഗേഷൻ ടു ബൈക്കാണ് മോൻസയിൽ നിന്നും ഈ സീസൺ യുവൻഡസ് കൊണ്ടുവന്നിരിക്കുന്നത്. 18 മില്യൺ പ്ലസ് ബോണസസിന്റെ ഒരു കമ്പൽസറി ബൈ ഓപ്ഷൻ ഉണ്ട്. അത് എന്തായാലും യുവൻഡസ് ഈ സീസൺ എക്സിക്യൂട്ട് ചെയ്യും. സോ ആ ഒരു എക്സിക്യൂഷൻ നടന്നു കഴിഞ്ഞാൽ യുവൻഡസുമായിട്ട് എന്തായാലും കോൺട്രാക്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഡി ഗ്രിഗോറിയോയ്ക്ക് വേണ്ടി മാഞ്ചസ്റ്റർ സിറ്റി യുവൻഡസിനെ സമീപിച്ചേക്കാം, ഒരു നെഗോസിയേഷനിൽ എത്തിയേക്കാം എന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട്. പ്ലേയേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യാനും സിറ്റി റെഡിയാണെന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. എന്തായാലും ഇത് എക്സാക്ട്ലി റിലയബിൾ ആയ ടോപ്പ് സോഴ്സുകളിൽ നിന്നാണെന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ റൂമറുകളാണ്. ഡി ഗ്രിഗോറിയോ പ്രൊഫൈൽ 27 വയസ്സുകാരനാണ് ഈ ഇറ്റാലിയൻ ഗോൾ കീപ്പർ. സോ ഒരു ഗോൾ കീപ്പറിന് 27 ഇറ്റ്സ് നോട്ട് എ ബാഡ് ഏജ് അല്ലേ, നമുക്കറിയാമല്ലോ. സോ എന്താണ് നിങ്ങൾക്ക് ഡി ഗ്രിഗോറിയോയിലോട്ട് സിറ്റി പോകുന്നതിനെ കുറിച്ചുള്ള അഥവാ സിറ്റി ഡി ഗ്രിഗോറിയോയുടെ ഓപ്ഷൻ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് പറയാം. സോ ഇങ്ങനെ കുറേ അപ്ഡേറ്റുകളാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. വേറെ കുറേ റൂമേഴ്സും ഒക്കെ വരുന്നുണ്ട് ട്രാൻസ്ഫർ വേൾഡിൽ. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കോബൽ അനദർ ഗോൾ കീപ്പർ ലിങ്ക്ഡ് വിത്ത് പല ക്ലബ്ബുകളുമായിട്ട് ഇപ്പോൾ ലിങ്ക് ചെയ്ത മറ്റൊരു ഗോൾ കീപ്പറാണ് കോബൽ. നമുക്കറിയാം ബൊറുസിയ ഡോർട്ട്മുണ്ടിന്റെ ഗോൾ കീപ്പർ. സോ പുള്ളിയായിട്ടൊക്കെ ചെൽസി ലിങ്ക്സ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും 100% ട്രസ്റ്റബിൾ സോഴ്സസ് എന്നല്ല. അവനെ ചെൽസി സീരിയസ്ലി നോക്കുന്ന ഒരു പ്രൊഫൈൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് ബെനഫിക്കയുടെ വൈസ് ക്യാപ്റ്റൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഓട്ടോമെൻ്റി ഒന്നും ഇല്ലാത്തപ്പോൾ ക്യാപ്റ്റൻ സ്ഥാനമായിരുന്നാണ് തോമസ് അറൗഹോ എന്ന് പറയുന്ന സെൻറ്റർ ബാക്ക് ഉണ്ടല്ലോ ബെനഫിക്കയുടെ. സോ പുള്ളിക്ക് വേണ്ടി സീരിയസ്ലി ചെൽസി ഇൻട്രസ്റ്റഡ് ആണെന്നും പ്രോബബ്ലി ചെൽസിയുടെ നമ്പർ 1 പ്രയോറിറ്റി സെൻറ്റർ ബാക്ക് ഏരിയയിലോട്ട് തോമസ് അറൗഹോ സൈനിങ് ആണെന്ന് കേൾക്കുന്നുണ്ട്. ആൾക്കൊരു 67 മില്യൺ യൂറോസിൻ്റെ ഒരു റിലീസ് ക്ലോസ് ഉണ്ട്. ആൾ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തെങ്കിലും ആ റിലീസ് ക്ലോസ് അതുപോലെ തന്നെ ഉണ്ട്. സോ അത് പ്രോബബ്ലി ചെൽസി സമ്മറിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നീങ്ങിയേക്കാം എന്നുള്ള രീതിയിൽ വാർത്തകൾ വളരെ സ്ട്രോങ് ആയിട്ട് കേൾക്കുന്നുണ്ട്. ചെൽസി ആർ സീരിയസ്ലി കൺസിഡറിങ് ഹിം. അതുപോലെ ചെൽസി മേ ബി സ്ട്രൈക്കർ അവർ വേണ്ട പ്രൊഫൈൽ ഓപ്പൺ അപ്പ് ആവുകയാണെങ്കിലേ സൈൻ ചെയ്യത്തുള്ളൂ. സ്ട്രൈക്കർ ഇപ്പം ജാനുവരിയിൽ ഒരു പ്രയോറിറ്റി അല്ല. സോ ഒസിമെൻ ഡീലിലോട്ട് ചെൽസി ഇപ്പം എൻ്റർ ആവത്തില്ല എന്നാണ് പല വാർത്തകളും സൂചിപ്പിക്കുന്നത്. ഒസിമെൻ ഡീൽ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ മാൻ യുണൈറ്റഡുമായിട്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലിങ്ക്സ് കാണുന്നത്. സോ ഇങ്ങനെയൊക്കെയാണ് കുറേ വാർത്തകൾ ഇപ്പം ട്രാൻസ്ഫർ വിൻഡോ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റു പല കാര്യങ്ങളും നീങ്ങുന്നുണ്ട്. ഇന്ന് ബോക്സിംഗ് ഡേ ആണ്. ഇന്ന് കുറേ ഇൻട്രസ്റ്റിംഗ് പ്രീമിയർ ലീഗ് മാച്ചുകളുണ്ട്. വൈകിട്ട് നമ്മൾ പറ്റുവാണെങ്കിൽ 1-2 മാച്ചസിൻ്റെ വാച്ച് ലോങ് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ നോക്കിയിരിക്കുക, നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നതാണ് മേ ബി ഈവനിങ് ആകുമ്പോഴേക്കും. സോ നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ.